ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് ബൊഗൈൻ വില്ലയുമായിട്ടാണ്. ഈ ബൊഗൈൻ വില്ല നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടോ? ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ വാങ്ങിയതാണ് ഈ ബൊഗൈൻ വില്ല. അപ്പോൾ അത് വാങ്ങിയ സമയത്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും അതിന്റെ പോട്ടിംഗ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായപ്പോൾ അതും ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ആ പോട്ടിംഗ് മിക്സ് കൊടുത്തതിന് ശേഷം പിന്നെ കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുത്തിരുന്നില്ല, എന്നാൽ നന്നായിട്ട് തന്നെ പൂത്തു. അപ്പോൾ ഒരു വർഷമായപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പ്രൂൺ ചെയ്തിട്ട് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ പ്രൂണിങ് മുതൽ വളപ്രയോഗം. അപ്പൊ നെക്സ്റ്റ് സീസണിൽ ഇതിൽ പൂക്കൾ വരുന്നത് വരെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുകയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിന്റെ പോട്ട് ഒന്ന് മാറ്റി കൊടുക്കാമെന്നാണ്. അതിന് പോട്ട് മാറ്റാൻ വേണ്ടി വേറെ സ്പെഷ്യൽ പോട്ടൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. കണ്ടല്ലോ, ഇവിടെയൊക്കെ തൂക്കിയിട്ട് ഭംഗിയുണ്ടോന്ന് നോക്കിയതാ. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഈ പോട്ടും അത്യാവശ്യം ചെറുത് തന്നെയാണ്. ഇതിനും വലിപ്പം കുറവാണ്. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ആ പോട്ടത്തിന് ഒരു പ്രാവശ്യം കൂടെ വെക്കാം. അതിനുശേഷം നമുക്ക് പോട്ട് ചേഞ്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ പോട്ടിന്റെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. അത്ര ക്വാളിറ്റി പോട്ടെല്ലാം തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഹാർഡ് പ്രൂണിങ് ഞാൻ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ പൂക്കളൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ, കണ്ടല്ലോ. ഇപ്പൊ പ്രൂണിങ്ങിന്റെ ടൈം ആയി ശരിക്കും ഇപ്പോ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഇതിന്റെ പ്രൂണിങ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഒരു ചെടി മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് മാത്രം ഞാൻ പ്രൂൺ ചെയ്ത് കാണിക്കാം. ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പോകണം കേട്ടോ. ശരിക്കും ബൊഗൈൻ വില്ല നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ്. ഇതിൽ പൂക്കൾ കുറച്ച് നേരത്തെ വന്നു. പൂക്കൾ കഴിഞ്ഞോടെ ഇപ്പൊ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കൊടുക്കുക. സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ബ്രാഞ്ചസ് മാത്രം കൊതി കൊടുക്കുന്നതാണ്. നമ്മൾ ഹാർഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് അധികം കട്ട് ചെയ്ത് കളയാൻ പോകും കേട്ടോ. ഇതിലൊക്കെ കണ്ടോ കുറെ പൂക്കളുണ്ട്. കട്ട് ചെയ്ത് കളയാം. അപ്പൊ തൽക്കാലം ഇത്ര മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ബാക്കി 4 കൂടെ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ വെൽക്കം ബാക്ക്. ഇത് നമ്മൾ 5 ചെടികളെയും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഷോർട്ട് ആക്കിയിട്ടുണ്ട്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് പെട്ടെന്ന് ഗ്രോത്ത് വരാൻ ആവശ്യമായ ചെറിയൊരു മിക്സ് ആണ് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് ഓർഗാനിക്കും ഒരല്പം NPK കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ്. പിന്നെ ഇത് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒരല്പം NPK. ഞാൻ എടുത്തിരിക്കുന്ന NPK 30-10-10 ആണ്. നൈട്രജൻ്റെ അളവ് കുറച്ച് കൂടിയതാണ്. അത് ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കും. ഇത് മസ്റ്റല്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും NPK ഉണ്ടെങ്കിൽ 19 ഏതെങ്കിലും അത് ഇട്ട് കൊടുത്തോട്ടോ. അപ്പോൾ ഈ വളങ്ങൾ ഇടുന്നതിന് മുമ്പായിട്ട് ചുവടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിതിന് വെള്ളമൊക്കെ നിറച്ചൊന്ന് കുതിർന്നിരിക്കുകയാണ്. ചുവട് ഇളക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിതിൽ ആദ്യം ഇട്ടിരിക്കുന്ന പോട്ടിംഗ് മിക്സ് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. ഇതിൽ അധികവും നമ്മൾ ചകിരിച്ചോറാണ് കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ആയതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അധികവും ചകിരിച്ചോറാണ് കൊടുത്തത്. എന്നാലും ചട്ടികളുടെ ഷേപ്പൊക്കെ ഒന്ന് മാറിയുണ്ട് വെയിറ്റ് കൊണ്ട്. ചകിരിച്ചോറിനെ കൂടാതെ പിന്നെ കുറച്ച് മണൽ കൊടുത്തായിരുന്നു, പിന്നെ ചാണകപ്പൊടി കൊടുത്തായിരുന്നു, കുറച്ച് മേൽമണ്ണും, കുറച്ച് എല്ലുപൊടി, അത്രയും ചേർത്ത് ആദ്യം പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയിരുന്നത്. നഴ്സറിയിൽ നിന്ന് കിട്ടിയ മിക്സ് നമ്മൾ അതിൽ അങ്ങനെ വെക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു വളം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ചൂടുതൽ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ വേരിനൊന്നും ഒരു ക്ഷതവും വരുത്തിയിട്ടില്ല കേട്ടോ. എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിടുന്ന വളത്തിൻ്റെ അളവ് പറഞ്ഞു തരാം. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇത് ചെറിയൊരു പോട്ടാണ്, വളരെ കുറച്ച് ഇടാനേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ വലിയ പോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അളവ് കൂട്ടിയാലും കുഴപ്പമില്ലേ. ഞാൻ പറഞ്ഞു ഒത്തിരി മിക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇളക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഞാൻ എന്തായാലും മാറ്റിയിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കണേ. ഇന്ന് ചേർക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്ര ഇട്ട് കൊടുക്കാം? ഞാൻ ഒരു 4-5 സ്പൂൺ കണക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയൊരു വളരെ കുറച്ച് NPK കൊടുക്കുന്നുള്ളേ. നമ്മൾ എൻ്റെ ഇരുന്ന് NPK കുറച്ചൊരു നനവ് വന്നിരിപ്പുണ്ട് കേട്ടോ. നേരത്തെ വാങ്ങി വെച്ചത് അതുകൊണ്ടാണ്. യെസ്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും മിക്സഡ് അനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒന്നും കൂടെ അതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. അത് 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണം കേട്ടോ. നനച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും
നമ്മളിതിനെ നേരത്തെ തൂക്കി അതേ സ്ഥലത്ത് നിന്ന് തൂക്കാൻ പോവുക. കാരണം നമ്മളിതിന് വേരിനൊന്നും കാര്യമായിട്ട് ക്ഷതമൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. അത്യാവശ്യം ചെറിയ ഷെയ്ഡ് കിട്ടും. യെസ്, അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും, ഇത് പൂക്കൾ വരുന്നതിനുള്ള എല്ലാ സ്റ്റെപ്പും കാണിച്ചതിന് ശേഷം ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ അതുവരെ എല്ലാ സ്റ്റെപ്സും ഉടങ്ങാതെ കാണുക കേട്ടോ. നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ ബൊഗൈൻവില്ലയെ പ്രൂൺ ചെയ്ത് വെച്ചിട്ട് ഇന്നത്തേക്ക് 2 മാസമായിട്ട്, 2 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഏകദേശം 2 മാസം ആകുന്നു. ഇതെല്ലാവരും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടല്ലോ. കുറേ ബ്രാഞ്ചസൊക്കെ ഒന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ പൂക്കളെ കാണിച്ച് സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ടോ. ഇപ്പോൾ പൂക്കളുടെ സീസണല്ല, എന്നാലും പൂക്കുന്നുണ്ട്. അപ്പോൾ 5 പേരും വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളിത് പ്രൂൺ ചെയ്ത സമയത്ത് കുറച്ച് വേപ്പുപിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും NPK ഒക്കെ കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു വളവും കൊടുത്തിട്ടില്ല, ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന കാരണം പൂക്കളില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി. അപ്പോൾ ഇലകളെയും ഞാനൊന്ന് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ ചെറിയൊരു സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതാണ് ആ സാധനം, നാനോ NPK എന്ന് പറഞ്ഞ സാധനം. ഈയിടെയായിട്ട് ഞാൻ കുറച്ച് നാനോ വളങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാനോ വളങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നാനോ വളങ്ങൾ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. NPK അറിയാം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെ മിക്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നാനോ വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 1.5 മുതൽ 2 മില്ലി വരെ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ മെഡിസിൻ ബോട്ടിലോട്ട് അളന്ന് എടുക്കുന്നത് കേട്ടോ. യെസ്, ഒരു 2 മില്ലി കണക്കാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അളവൊക്കെ കൃത്യം കേട്ടോ. ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു 10 ഡേയ്സ് കൂടുമ്പോൾ നമുക്ക് നാനോ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾക്ക്. എപ്പോഴും ഇങ്ങനെ ഫോളിയർ സ്പ്രേ കൊടുക്കുമ്പോൾ ഇലയുടെ അടിവശത്തോട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കി പറഞ്ഞ് എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സ്പ്രേ ആയിട്ടോ അല്ലാതെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കുറേശ്ശെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പൂക്കൾ വരുന്നവരുള്ള വീഡിയോ കാണിക്കാമെന്നാണ്. എന്തായാലും ഞാൻ ആസ് യൂഷ്വൽ ഇതിനെ മേളിലേക്ക് തന്നെ തൂക്കിയിടുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സ്വാഗതം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബൊഗൈൻവില്ലയുടെ ഹാങ്ങിങ് ബൊഗൈൻവില്ലയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് കണ്ടിട്ട് 3.5 മാസം കഴിഞ്ഞു. അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാം. എനിക്ക് ആക്സിഡൻ്റ് ആയി ഞാൻ 3 മാസത്തോളം കിടപ്പിലായിരുന്നു. അപ്പോൾ 3.5 മാസം കഴിഞ്ഞുള്ളൊരു അപ്ഡേഷനെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാത്തിലും ഭംഗിയായിട്ട് പൂവ് വന്നിട്ടുണ്ട്, കണ്ടോ. അത്യാവശ്യം സുന്ദരികളായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഈ 3.5 മാസം മുമ്പ് ചെയ്ത അതിനുശേഷം ഇതിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് മേലോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശരിക്കും ഇതിലധികവും പൂ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും ഒരു പരിചരണവും ഇല്ലാതെ തന്നെ ഇത്രയും പൂക്കളുണ്ടായാലും ഞാൻ ഹാപ്പി ആട്ടോ. ഒരു പ്രാവശ്യം പൂക്കൾ ധാരാളം വന്നു, അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തറയെ നോക്കി എപ്പോഴും കാണാൻ പറ്റും കുറേ പൂക്കൾ വീണ് കിടക്കുന്നുണ്ട്, കണ്ടോ. ദിവസവും വീഴുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ ചട്ടികൾ ശരിക്കും പഴകിയ ചട്ടികളാണ്. ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമായി ഇത് ചട്ടി മാറ്റാണ്ടിരുന്നേ. ഈ ഒരു ചട്ടി വീണ് പൊട്ടുകയും ചെയ്തു. എടുത്ത് കാണിച്ചു തരാം, കണ്ടോ. ഇത് നിലത്ത് വീണ് പൊട്ടിപ്പോയി. ഞാൻ ടേപ്പൊക്കെ ചുറ്റി വെച്ചിരിക്കുക, കണ്ടോ. അപ്പോൾ എന്തായാലും ഇനി എല്ലാം ഇതിൻ്റെ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ പൂ കണ്ടോ, ഇതാ ഇതിൻ്റെ കളർ കേട്ടോ. ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മങ്ങി വരും, നിറമൊന്ന് മങ്ങി വരും. അതവിടെ കാണുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഈ വെറൈറ്റിയുടെ ശരിക്കുള്ള പേര് അറിയാവുന്നവരെന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഹാങ്ങിങ് ബൊഗൈൻവില്ല എന്ന് പറയുന്നെങ്കിലും ഇത് ശരിക്കുള്ള ഹാങ്ങിങ് അല്ല. ഹാങ്ങിങ് ഇപ്പോൾ കുറേ ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ശരിക്കുള്ള പേര് അറിയാവുന്നവരത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതിൽ പൂക്കളില്ലാത്ത സമയത്തും ഇലകൾക്ക് വെരിഗേഷൻ കാരണം നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ അപ്ഡേറ്റ്സും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും കാണിക്കാൻ പറ്റി, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.